ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആലുവയിലെ ഒരു കുഴിമന്തി റെസ്റ്റോറന്റിന്റെ മുമ്പിലാണ്. അപ്പൊ ഇതാണ് അറേബ്യൻ പാലസ് കുഴിമന്തി റെസ്റ്റോറന്റ്. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ മഷ്റൂം പോലെ പെട്ടെന്ന് ഉയർന്ന് വരുന്ന ഒരു ബ്രാൻഡഡ് കുഴിമന്തി റെസ്റ്റോറന്റ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച തൊടുപുഴയിൽ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോയപ്പോ മൂവാറ്റുപുഴയിലും പെരുമ്പാവൂരിലും ഇവരുടെ ബ്രാഞ്ചസ് കണ്ടിരുന്നു. അപ്പൊ ഇന്ന് ഇതിലൂടെ പാസ് ചെയ്യുമ്പോ ഇവരുടെ ഒരു രാജകീയമായ സെറ്റപ്പ് കണ്ടപ്പോ കയറാതിരിക്കാൻ തോന്നിയില്ല. അപ്പൊ ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് നേരെ പോയി തുറന്നു നോക്കിയതാണ്. അടിപൊളി ആംബിയൻസ് ആണ് മോനെ. ശരിക്കും ഒരു അറബിയുടെ പാലസിലേക്ക് കയറിയ പോലുള്ള ഒരു പ്രതീതിയായിരുന്നു. മെയിൻ ആയിട്ട് ഇവരുടെ ഹാങ്ങിങ് ലൈറ്റ് സിസ്റ്റംസ് ആണ് ആ ഒരു അറേബ്യൻ പാലസിന്റെ ഒരു ഫീല് തന്നത്. പിന്നെ അത് മാത്രമല്ല, പുറത്തെ ആ ചൂടിൽ നിന്നും ഉള്ളിലെ ഇവരുടെ സെൻട്രലൈസ്ഡ് AC ആംബിയൻസിലേക്ക് കയറിയപ്പോ നല്ലൊരു സുഖം തോന്നി. അപ്പൊ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഇവരുടെ ഒരു കോമൺ റിസപ്ഷൻ ഏരിയ ആണ്. അതിന്റെ മുമ്പിൽ ചെറിയൊരു വെയിറ്റിംഗ് ഏരിയയും വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഇവരുടെ വിശാലമായ കോമൺ ഡൈനിങ് സ്പേസ്. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ്സ് ഒക്കെ നല്ല റോയൽ ലുക്ക് തോന്നിക്കുന്നത് പോലെ നല്ല കുഷ്യൻ സീറ്റ്സ് ആണ്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞ ഒരു കൂൾ, കോംഫി ആൻഡ് കോസി ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടെ തന്നെ രണ്ട് സൈഡിലും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇത് ഇവരുടെ വിൻഡോയുടെ അടുത്തുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഇതേപോലെ ഈ ഹാളിന്റെ ഫാർ റൈറ്റിൽ, അതായത് കിച്ചന്റെ തൊട്ടടുത്ത് വുഡൻ ചെയർസ് മാത്രമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസും വരുന്നുണ്ട്. അപ്പൊ ഒരു ഫാമിലി ക്രൗഡ് വരുമ്പോ അതിൽ പ്രായമായവർക്കും അതേപോലെ സ്റ്റെപ്സ് കയറാൻ പറ്റാത്തവർക്കും ഇവിടെ ഇരുന്ന് സുഖമായി കഴിക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും മുകളിൽ ഒരു പ്രൈവറ്റ് ഡൈനിങ് സ്പേസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെയും കൂടി ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ മുകളിൽ നിന്നും താഴേക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. അതായത് ശരിക്കും ആ ഒരു റോയൽ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലും ഇഷ്ടം പോലെ സ്പേഷ്യസ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്കായിട്ട് ഒരു സെപ്പറേറ്റ് വാഷ്റൂമും വരുന്നുണ്ട്. അപ്പൊ താഴത്തെ ക്രൗഡിൽ നിന്നും ചെറിയൊരു പ്രൈവസി വേണ്ടവർക്ക് ഫ്രണ്ട്സ് ഓർ ഗ്രൂപ്പ് ആയിട്ട് ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കാം. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ ഇവിടെ ചിക്കൻ, മട്ടൻ, ബീഫ് വെറൈറ്റീസിലുള്ള മന്തി ഉണ്ട്. അതിന്റെ മീറ്റും മാത്രമായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ മട്ടൻ മാത്രം പ്രീ ബുക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇവരുടെ പലതരം മൊയ്ത്തോസും ഉണ്ട്, ഫ്രഷ് ജ്യൂസസും ഉണ്ട്. ആദ്യം തന്നെ ഒരു സൂപ്പും വന്നിട്ടുണ്ട്, പിന്നെ ഒരു മയണൈസും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് പാർസൽ വാങ്ങിക്കാൻ വന്നാലും അതേപോലെ ഡൈൻ ചെയ്യാൻ വന്നാലും എല്ലാവർക്കും ഈ ഒരു കോമൺ സൂപ്പ് കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടറായിട്ട്. നമുക്ക് ആ സൂപ്പ് ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. ഒരു സ്പൈസ് ആൻഡ് ഹെർബ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ചിക്കന്റെ സ്റ്റോക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു സൂപ്പാണ്. നല്ലൊരു സ്റ്റാർട്ടർ തന്നെയാണ്. കുറച്ച് വെജീസും വരുന്നുണ്ട്. പിന്നെ കഴിക്കാനായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ സ്പെഷ്യൽ പ്ലാറ്റർ ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ സ്പെഷ്യൽ അറേബ്യൻ പ്ലാറ്റർ. ഈ ഒരു റേറ്റിന് എല്ലാ ചിക്കൻ ഐറ്റംസിന്റെയും ക്വാർട്ടർ പോർഷൻസ് വരുന്നുണ്ട്. നല്ല ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്ക് മാത്രമായിട്ട് ഞാൻ ബീഫ് മന്തിയുടെ ഒരു ക്വാർട്ടർ പോർഷനും വാങ്ങി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ബീഫ് മന്തിയിൽ നിന്നും തുടങ്ങാം. നല്ലൊരു ഫ്രേഗ്രന്റ് അരോമ വരുന്നുണ്ടായിരുന്നു മന്തി റൈസിൽ നിന്നും. അപ്പൊ ഒരു ബീഫ് മന്തി എന്ന് പറയുമ്പോൾ ഇവരുടെ ബീഫ് റിബ്സ് കൊണ്ടുണ്ടാക്കുന്ന മന്തിയാണ്. നല്ല ഫ്ലഷി ബീഫ് റിബ്സ് ആണ് ഇതിൽ വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ നിന്നും വെള്ളമൂറുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം, ഇവിടെ എല്ലാ ടേബിളിലും ഈ രണ്ട് ഡിപ്സ് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് തീരുമെന്നുള്ളൊരു പേടി വേണ്ട. നമുക്ക് എന്തായാലും ഇതിലേക്ക് കുറച്ച് സാൽസ ഡിപ്പും അതേപോലെ കുറച്ച് മിന്റ് ഡിപ്പും പിന്നെ അതിന്റെ മേലെ കുറച്ച് മയണൈസും എടുത്തിടാം. പിന്നെ ഇവരുടെ ബീഫ് റിബ്സിൽ നിന്നും കുറച്ച് ബീഫ് എടുത്ത്, ബീഫൊക്കെ നല്ല എതളായിട്ടുള്ള സോഫ്റ്റ് ബീഫാണ്. അപ്പൊ ആ ബീഫും മന്തി റൈസും എല്ലാം കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല സോഫ്റ്റ് ബീഫ് മന്തി. ബീഫൊക്കെ ഇങ്ങനെ അലിഞ്ഞു പോകുന്നത് പോലെ ആയിരുന്നു. ബീഫ് ലവേഴ്സ് ഒരു മസ്റ്റ് ഐറ്റം ആണ്. ഇനി നമുക്ക് ഇവരുടെ മെയിൻ പ്ലാറ്ററിലുള്ള ഓരോ ഐറ്റംസ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇത് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആണ്, സ്പൈസി ചിക്കൻ. അതിന്റെ ക്വാർട്ടർ പോർഷൻ ആണ്. ഇത് അറേബ്യൻ പാലസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് നോർമൽ മന്തി ചിക്കന്റെ ഒരു സ്പൈസി വേർഷൻ ആണ്. ശരിക്കും അതേ ടെക്സ്ചർ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആണ്. അതുമേ ചെറിയൊരു മസാല കോട്ടിംഗ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ചിക്കനിൽ നിന്നൊരു പീസ് എടുത്ത് ആ മന്തി റൈസും കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. എവിടെയും കഴിക്കാത്ത ഒരു വെറൈറ്റി ഫ്ലേവർ തന്നെയാണ്. നല്ല സോഫ്റ്റ് ചിക്കൻ. അതിന്റെ മേലെ ഇവരുടെ കുറച്ച് പെപ്പർ ഫ്ലേവറിലുള്ള മാരിനേഷനും വരുന്നുണ്ട്. അപ്പൊ ഈ പ്ലാറ്ററിലുള്ള മന്തി റൈസ് അൺലിമിറ്റഡ് ആണ്. 3-4 പേർക്ക് കഴിക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് ഇവരുടെ മസാല ഷവായുടെ ക്വാർട്ടർ പോർഷൻ ആണ്. അപ്പൊ ഇവർക്കുമുണ്ട് ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മസാല ഷവായുടെ ഒരു കിഡിലൻ വേർഷൻ.
അതും നല്ല സ്പൈസി ഫ്രേഗ്രന്റ് അരോമ വരുന്ന രീതിയിലുള്ള തിക്ക് മസാലയാണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു കഷ്ണം എടുത്ത് വീണ്ടും കുറച്ച് മയണൈസ് ഒഴിച്ച് ഇതെല്ലാം കൂട്ടിക്കുഴച്ച് ഒന്നും കൂടി ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നല്ലൊരു മീഡിയം സ്പൈസി ഫ്ലേവറിലുള്ള മസാല ഷവായാണ്. മസാല ഷവായ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. മിക്ക സ്ഥലത്തുള്ള പോലെ ടാങ്കി ഫ്ലേവർ അല്ല, നല്ലൊരു സ്പൈസി ഫ്ലേവർ തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്നത് ഇവരുടെ ഹണി ചില്ലി അൽഫാമിന്റെ ക്വാർട്ടർ പോർഷൻ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലേവർ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഷൈനിങ് ഹണി ഗ്ലേസ് ഉള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു ഹാർഡ് ലുക്ക് ഉള്ളത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്, പക്ഷെ നല്ല സോഫ്റ്റ് ജ്യൂസി ചിക്കൻ ആണ്. അപ്പൊ നമുക്ക് ഇതും കുറച്ച് ആ മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം, മോർ സ്വീറ്റ് ആൻഡ് ലെസ് സ്പൈസി ആയിട്ടുള്ള ഒരു കിഡിലൻ ഫ്ലേവർ ആണ്. നല്ല ഫ്ലേവേഴ്സും മന്തി ആയത് കൊണ്ട് മീറ്റ് മാത്രമല്ലാതെ മന്തി കൂട്ടി കഴിക്കാനാണ് തോന്നിയത്. പിന്നെ ഇതിൽ വരുന്നത് ഇവരുടെ നോർമൽ അൽഫാമിന്റെ ക്വാർട്ടർ പോർഷൻ ആണ്. പക്ഷെ ഇവരുടെ നോർമൽ അൽഫാമിന് ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ ഗ്രീൻ ചില്ലിയുടെ നല്ലൊരു അരപ്പ് കാണാം. അപ്പൊ ഇവരുടെ നോർമൽ അൽഫഹാമായിട്ട് കൊടുക്കുന്നത് ഇവരുടെ ഗ്രീൻ ചില്ലി മാരിനേഷനോട് കൂടിയുള്ള ഗ്രിൽഡ് അൽഫഹാമാണ്. അപ്പൊ നമുക്ക് അതും ആ മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ഗ്രീൻ ചില്ലിയുടെ അരപ്പിന്റെ സ്പൈസിനെസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളടത്തെ പോലെ ജസ്റ്റ് ബ്രഷ് ചെയ്ത പോലെ അല്ല. പിന്നെ ഇതിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് നോർമൽ മന്തി ചിക്കന്റെ ക്വാർട്ടർ പോർഷനും വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ നിന്നും വെള്ളം ഊറുന്നുണ്ട്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ് ഇതിലത്തെ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇതും കുറച്ച് മന്തി റൈസിൽ മയണൈസ് ഒഴിച്ച് എല്ലാം കൂട്ടി പിടിപിടിച്ച് നോക്കാം. അടിപൊളി മോനെ, ചിക്കനൊക്കെ ശരിക്കും അലിഞ്ഞു പോയി, അത്രയ്ക്കും സോഫ്റ്റ് ചിക്കൻ. പിന്നെ ഇത് ലാസ്റ്റ് വരുന്നതും ഇവരുടെ ഒരു സിഗ്നേച്ചർ ഫ്ലേവർ ആണ്. പെരി പെരി അല്ല, എരി പെരി അൽഫാമിന്റെ ക്വാർട്ടർ പോർഷൻ ആണ്. ശരിക്കും പെരി പെരി എന്ന് പറയുന്നിടത്തൊക്കെ ചില്ലി ഫ്ലേക്സ് വെതറിയിട്ടുള്ള അധികം എരിവില്ലാത്തൊരു ഫ്ലേവർ ആണ്. പക്ഷെ ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല റെഡ് ചില്ലിയുടെ അരപ്പിന്റെ ആ ഒരു തിക്ക് കോട്ടിംഗ് ഉണ്ടെന്ന്. ഇത് നമ്മളെ പുകച്ചു വിടുന്ന ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം എടുത്ത് ആ മന്തി കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. ശരിക്കും നല്ല പുകച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ കുടിക്കാനുള്ള ബെവറേജസ് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. അതുണ്ടെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയേനെ. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞപ്പോഴാണ് ബെവറേജസ് ഒക്കെ എത്തി തുടങ്ങിയത്. നല്ല എരിവും ദാഹവും കൊണ്ട് പൊറുതി മുട്ടിയപ്പോ കുറെ ജ്യൂസസ് അങ്ങോട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ ആദ്യം എത്തിയത് ഇവരുടെ ഒരു മുസംബി ഫ്രഷ് ജ്യൂസ് ആണ്. അതും ജ്യൂസസ് ഒക്കെ സെർവ് ചെയ്യുന്നത് ജാർസിലാണ്. ഈ റേറ്റിന് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അതേപോലെ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്ത നല്ലൊരു ഫൈൻ ഫ്രഷ് ജ്യൂസ് തന്നെയാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ പ്ലെയിൻ അനാർ ഫ്രഷ് ജ്യൂസ് ആണ്. അപ്പൊ അതിന് ഈ റേറ്റ് വരുന്നുണ്ട്. ആഹാ, നല്ലൊരു സൂത്തിങ് അനാർ ജ്യൂസ് തന്നെയായിരുന്നു. ഇതൊക്കെ ആ ഭക്ഷണത്തിന്റെ ഇടയിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ എരിവൊക്കെ ബാലൻസ് ചെയ്ത് പോയേനെ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇവരുടെ ഒരു പൈനാപ്പിൾ ഫ്രഷ് ജ്യൂസ് ആണ്. ഇത് ഇവരുടെ ഒരു ബെസ്റ്റ് സെല്ലർ ആണെന്ന് പറഞ്ഞപ്പോ ട്രൈ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ്. കൊള്ളാം, നല്ലൊരു ഡീസന്റ് പൈനാപ്പിൾ ഫ്രഷ് ജ്യൂസ് തന്നെയാണ്. അതായത് എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്ത. പിന്നെ നമ്മുടെ ഫ്രണ്ടിന് ഗ്രേപ്പിന്റെ ഒരു ഫ്രഷ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഓർഡർ ചെയ്തു. അപ്പൊ ഈ റേറ്റ് വരുന്നുണ്ട്. അതും നമുക്കൊരു സിപ്പ് എടുത്ത് നോക്കാം. കൊള്ളാം, നല്ലൊരു സുഖമുള്ള ഒരു പുളിപ്പുള്ള ഒരു ഗ്രേപ്പ് ഫ്രഷ് ജ്യൂസ് ആണ്. എന്തായാലും നനഞ്ഞു. അപ്പൊ ഇനി കുളിച്ച് കയറാമെന്ന് വിചാരിച്ച് ഇവരുടെ ഒരു സ്പെഷ്യൽ ജ്യൂസും പിന്നെ മൊഹിത്തോനെ കുറിച്ച് മറന്നുപോയിരുന്നു. അപ്പൊ 2 മൊഹിത്തോസും ഓർഡർ ചെയ്തു. അപ്പൊ ഇതാണ് ഇവരുടെ ഷമാം ഫ്രഷ് ജ്യൂസ്. ഒരു സീസണൽ ഫ്രൂട്ട് ആയതുകൊണ്ട് അതിന്റെ ജ്യൂസ് കുടിക്കാൻ ആഗ്രഹം തോന്നി. ഇതിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ലൊരു ജ്യൂസ് ആയിരുന്നു. അതായത് ശരിക്കും നല്ലൊരു തേഴ്സ്റ്റ് ക്വെഞ്ചിങ് സൂത്തിങ് ജ്യൂസ് ആയിരുന്നു. പിന്നെ മൊഹിത്തോസിൽ നമ്മൾ ഇവരുടെ 2 ഡിഫറെന്റ് ഫ്ലേവേഴ്സ്, എവിടെയും കുടിക്കാത്ത 2 ഫ്ലേവേഴ്സ് ആണ് ഓർഡർ ചെയ്തത്. അപ്പൊ ഇതാണ് ഇവരുടെ ലിച്ചി മൊഹിത്തോ. ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. കൊള്ളാം, നല്ലൊരു നാച്ചുറൽ ലിച്ചി ഫ്ലേവർ ഫീൽ ചെയ്യുന്ന പോലുള്ള ഒരു മൊഹിത്തോ തന്നെയായിരുന്നു. പിന്നെ ഇതൊരു യുണീക്ക് ഫ്ലേവർ ആണ്. ഇതിന്റെ കളറും വളരെ യുണീക്ക് ആയിട്ട് തോന്നി. അപ്പൊ ഇതാണ് ഇവരുടെ ബ്ലൂബെറി മൊഹിത്തോ. എക്സോട്ടിക് ഫ്രൂട്ട് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഇതിന് റേറ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷെ രണ്ടും നല്ല ഫൈൻ ക്വാളിറ്റി മൊഹിത്തോസ് തന്നെയായിരുന്നു. ഇനി ഇവിടെ അധികം ഇരുന്നാൽ പണി പാളും, ചിലപ്പോ വയറ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് സെർവ് ചെയ്ത ഉസാമ്പായുടെ വിറ്റുകൾ കേട്ട് സമയം പോയത് അറിഞ്ഞില്ല. അപ്പൊ ഇന്നത്തെ ഒരു കിഡിലൻ മന്തി എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ്. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റി മന്തി ആയിരുന്നു. ഫുഡ് മാത്രല്ല, ആംബിയൻസ് ആയാലും സർവീസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും എല്ലാം വളരെ മികച്ചതായിരുന്നു. അതായത് ഒരു ബുദ്ധിമുട്ടില്ലാതെ പുഞ്ചിരിയോടുകൂടിയാണ് എല്ലാവരും നമുക്ക് സെർവ് ചെയ്തിരുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോ ഇവരുടെ മട്ടൻ മന്തിയും ട്രൈ ചെയ്യണം എന്നുണ്ട്.
അപ്പൊ ഇതിലൂടെ പോകുമ്പോൾ നല്ലൊരു റോയൽ ആംബിയൻസിൽ കുഴിമന്തി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി, വേറെ എങ്ങോട്ടും പോകണ്ട. നോമ്പ് കാലത്ത് ഇവിടെ നോമ്പ് തുറയ്ക്കും നിസ്കാരത്തിനുമുള്ള സൗകര്യം ഉണ്ടാവുമെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ കാർ പാർക്കിംഗ് സ്പേസും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് കഴിച്ചു നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.